റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, പരിശുദ്ധമായ 11-ാം രാവ് ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ വഫാത്തിന്റെ രാവ്, പുണ്യമേറിയ രാവ്. അല്ലാഹുവേ, ഞങ്ങൾ പരിശുദ്ധമായ മദീനയിലെ ഖുബ്ബത്തുൽ ഖളറായിലേക്ക് ഞങ്ങളുടെ മുഖം തിരിച്ചു വെച്ച് ആ ഖുബ്ബത്തുൽ ഖളറായിന്റെ താഴെ നിന്ന്, ചുമരിന്റെ അപ്പുറത്ത് നിന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീനായ താജ്ദാറെ മദീന നൂറെ മുജസ്സം സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസീലയാക്കി ഞങ്ങൾ നിന്നിലേക്ക് നീട്ടുന്ന കരങ്ങളാണ്. സ്വീകരിക്കണേ റഹ്മാനെ, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഞങ്ങൾ ഖേദിച്ച് മടങ്ങുന്നു അല്ലാഹ്. വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തെറ്റുകാരായ ആളുകൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ വന്ന റബ്ബിലേക്ക് കൈകൾ നീട്ടി യാചിച്ചാൽ അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കുമെന്ന് ഖുർആനിൽ നീ തന്നെയാണല്ലോ റബ്ബേ ഞങ്ങളെ പഠിപ്പിച്ചത്. യാ അല്ലാഹ്, ഞങ്ങളെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വന്ന് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഞങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന്, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ശിഷ്യന്മാർ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, മദനീയം കുടുംബം, ആരിൽ നിന്നെല്ലാം എന്തെല്ലാം തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും ചെറുതും വലുതുമായും സംഭവിച്ചു പോയോ എല്ലാവർക്കും മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് നീ പുറത്തു കൊടുക്കണേ, നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്, നീ മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാഹ്, ഒരു ആക്സിഡന്റിലും പെടുത്തല്ലേ അല്ലാഹ്, ഒരു ഹാർട്ട് അറ്റാക്കും തരല്ലേ അല്ലാഹ്, ഒരു സ്ട്രോക്കും തരല്ലേ അല്ലാഹ്, മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്, കിടത്തത്തിലാക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് കാവലാകണേ റഹ്മാനെ, നീ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് ഏൽപ്പിച്ച ഒരുപാട് മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ, ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാഹ്. എല്ലാവരുടെ എല്ലാ ദുനിയവിയും മുഖ്റവിയും ശാരീരികവും മാനസികവും കുടുംബപരവുമായ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ സാമ്പത്തികമായ വിഷയങ്ങളും മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാത്തിനും ദുനിയവിയും മുഖ്റവിയുമായ സർവ വിഷയങ്ങൾക്കും വലിയ കാരണക്കാരനായി നീ നിശ്ചയിച്ച നേതാവല്ലയോ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തായ തങ്ങളിലേക്ക് മുഖം തിരിച്ച് അവിടെ നിന്ന് ഞങ്ങളെ കാണുന്നുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. ഒരു ചുമരിന്റെ അപ്പുറത്ത് ഒരു രോമത്തിന് പോലും ഒരു പോറലേൽക്കാതെ ഞങ്ങളെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ കാണുന്നുണ്ടല്ലോ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഏറ്റവും പ്രധാനമായി നല്ല ഇസ്സത്തോടെ, നല്ല അന്തസ്സോടെ, നല്ല അഭിമാനത്തോടെ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന കാലം അത്രയും ജീവിച്ച് അവസാനം ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നല്ല ഈമാനോടെ ഖൽബ് ലംഘി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ ഖൽബ് ലംഘി ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അഴകുള്ള, ചന്തമുള്ള, ഇമ്പമുള്ള, പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരായ നിലയിൽ
നിന്നിലേക്ക് തിരിച്ചു വിളിക്കപ്പെടുന്ന നിന്റെ അടിയാറുകളിൽ മുത്തു റസൂലുള്ളാഹിന്റെ അനുയായികൾ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല, എന്നാലും ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് ചോദിക്കുന്നത്. ആ മരണം മദീനയിൽ വച്ചാക്കണേ അല്ലാഹ്, മദീനയിൽ വച്ചാക്കണേ അല്ലാഹ്, മദീനയിൽ വച്ചാക്കണേ അല്ലാഹ്. ഇതുപോലത്തൊരു വെള്ളിയാഴ്ച രാവിലോ തിങ്കളാഴ്ച രാവിലോ ഈമാനോടുകൂടെ ഞങ്ങളെ നീ മൗത്താക്കി തരണേ റഹ്മാനെ. ജന്നത്തുൽ ബഖീഇൽ ഞങ്ങൾക്ക് നീ ഒരിടം തരണേ അല്ലാഹ്, ജന്നത്തുൽ ബഖീഇൽ ഞങ്ങൾക്ക് നീ ഒരിടം തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസുകളാക്കണേ അല്ലാഹ്, മുത്തു റസൂലുള്ളാഹ് പൊരുത്തപ്പെടുന്ന മജ്ലിസാക്കണേ അല്ലാഹ്. മദീനയിൽ വരാനും ഇവിടെ താമസിക്കാനും ഒരുപാട് അവസരം തന്നിട്ടുണ്ട്. വല്ല അദബുകേടും സംഭവിച്ചു പോയെങ്കിൽ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്, മാപ്പ് ചെയ്യണേ അല്ലാഹ്. വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മരണപ്പെട്ടു പോയ ഞങ്ങളെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, അല്ലാഹുവേ, അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാനേ. ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ല സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഒരുപാട് അവരുടെ തണൽ ഞങ്ങൾക്ക് നീട്ടിത്തരണേ റഹ്മാനേ. അതബുള്ള മക്കളാക്കണേ അല്ലാഹ്, ദുനിയാവിൽ മക്കളാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. എന്റെ ഉപ്പ ഇങ്ങനത്തെ ഉപ്പ സാഹചര്യം നീ തരരുതേ റഹ്മാനേ. നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് കാവലാകണേ റഹ്മാനേ. നീ ഞങ്ങളെ ആരിലും ങ്ങളുടെ മുഫ്തിനീങ്ങളുടെ ഫിത്ന സർവ്വതും നീ ഇബ്താൽ ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് തരണേ അല്ലാഹ്. പാവപ്പെട്ട ഫലസ്തീനിലെ ജനങ്ങൾ അല്ലാഹുവേ നീ കാവലാകണേ റഹ്മാനേ. അല്ലാഹുവേ, അവരെ ആക്രമിക്കുന്ന ശത്രുക്കളെ നീ ചിന്ന ഭിന്നമാക്കണേ അല്ലാഹ്. നീ തകർത്ത് കളയണേ അല്ലാഹ്. നീ അവരെ പരാജയപ്പെടുത്തണേ റഹ്മാനേ. അവർ നീ അദാബിനെ ഇറക്കണേ അല്ലാഹ്. ആ വാർത്ത നീ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു തരണേ അല്ലാഹ്. നീ കാവലാകണേ റഹ്മാനേ. എല്ലാ ശത്രുക്കളെയും നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഒരുപാട് കാലം ഉസ്താദിന്റെ തണല് ഞങ്ങൾക്ക് നീട്ടിത്തരണേ റഹ്മാനേ. ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, മക്കളില്ലാത്തവർ, വീടില്ല, വിവാഹപ്രായമായവർ, ജോലിയില്ലാത്തവർ, അല്ലാഹുവേ, പല നിലക്കും വിഷമങ്ങളുള്ളവർ, ഗർഭിണികളായ സഹോദരിമാര്, ആൺമക്കളെ വേണ്ടവർ, പെൺമക്കളെ വേണ്ടവർ, എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണേ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണേ അല്ലാഹ്. എല്ലാ ശർറുകളും നീ തട്ടി ദൂരത്താക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ദീനിന്റെ ഖിദ്മത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങളുള്ള ക്യാമ്പസ് ഞങ്ങളെ ക്യാമ്പസാക്കി മാറ്റണേ അല്ലാഹ്. ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് അതെല്ലാം കൺകുളിർക്ക കാണണം, ഈ തൗഫീഖ് നൽകണേ റഹ്മാനേ. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. തളർത്തിക്കളയല്ലേ റഹ്മാനേ, കിടത്തത്തിലാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിന് തടസ്സമാകുന്ന രൂപത്തിലുള്ള
ഒരു കിടത്തമോ രോഗമോ ഒരവസ്ഥയോ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ശത്രുക്കളുടെ മുന്നിൽ ഞങ്ങൾക്ക് നീ വിജയം തരണേ റഹ്മാനേ. ഞങ്ങൾ പലതും ആകാനും ഞങ്ങൾ തകർന്നു കിട്ടാനും ആഗ്രഹിക്കുന്ന ശത്രുക്കളുണ്ട്. യാ അല്ലാ, അവരെ മുന്നിൽ ഞങ്ങൾക്ക് നീ വിജയം തരണേ റഹ്മാനേ. നീ ഞങ്ങളൊക്കെ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ നീ കാവലാകണേ റഹ്മാനേ. അല്ലാഹുവേ, അവസാനമായി ഈ മദീനയിൽ വെച്ച് ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, ഒരു ദിവസം മദീനയിൽ വെച്ച് മരിച്ചു എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ആ വിഭാഗത്തിൽ നീ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ റഹ്മാനേ. നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തുണയാവണേ അല്ലാ. സ്വർഗം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ എത്ര വലിയ പാപികളും എത്ര വലിയ ദോഷികളും വിവരമില്ലാത്തവരും അറിവില്ലാത്തവരുമാണെങ്കിലും അല്ലാ, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് പുണ്യമേറിയ മദീനയിൽ വെച്ചാണ്. മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ പച്ചക്കുബ്ബയിലേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ടാണ് പച്ചക്കുബ്ബയിലേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ടാണ്. യാ അല്ലാ, ഞങ്ങൾ എത്ര തെറ്റുകാരും ഒന്നിനും കൊള്ളാത്തവരാണെങ്കിലും ഈ മണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണേ റഹ്മാനേ. ദുആ നീ ഖബൂലാക്കണേ അല്ലാ. സ്വാഹിബൈനി സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, سيدنا عثمان بن عفان رضي الله، سيدنا علي بن أبي طالب أزواج رسول الله أولاد رسول الله. الله يا سيد الشهداء. സർവ സ്വഹാബത്തിന്റെ മദീനയുടെ ഓരോ മണൽത്തരികളുടെ ബറക്കത്ത് കൊണ്ടും ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണേ അല്ലാ. നീ ഖബൂലാക്കണേ അല്ലാ. നീ ഖബൂലാക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ, വലിയ ചെലവുള്ള ഈ സംവിധാനം ഇത്ര മനോഹരമായി പച്ചക്കുബ്ബയിലേക്ക് നോക്കി നിന്ന് ഞങ്ങളെ കാര്യങ്ങൾ പറയാനുള്ള സൗകര്യം ഞങ്ങൾക്ക് ചെയ്തു തന്ന ഞങ്ങളെ റയീസ് അബൂബക്കർ ഹാജിക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിനും ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ജോലിയിലും ഏർപ്പാടുകളിലും നീ ബറക്കാത്തുകൾ ചൊരിയണേ അല്ലാ. ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർത്തണേ അല്ലാ. മോളെ കല്യാണം അല്ലാഹുവേ നല്ല റാഹത്തിലും സന്തോഷത്തിലും വിചാരിച്ചതിനേക്കാളും ഭംഗിയിൽ നീ നടത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സയ്യിദ് ഹാമിദ് അൻവർ അഹ്ദൽ തങ്ങള് യാ അല്ലാഹ് മദീനയിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുന്ന റബ്ബേ, മുത്തു റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്, ഞങ്ങളെ ദീനിന്റെ വലിയ നേതൃത്വമാണ്, വലിയ സ്ഥാപനത്തെ കൊണ്ട് നടക്കേണ്ട ആളാണ്. അല്ലാഹുവേ, ഏത് വിഷയത്തിലും ഊർജ്ജസ്വലനായി മുമ്പിൽ നിന്ന സയ്യിദാണ് തങ്ങളുട്ടിയാണ്. അല്ലാഹുവേ, ഉപ്പാപ്പയായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നാര തങ്ങൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ശിഫായിനെ കൊടുക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് ഊർജ്ജസ്വലനായി എഴുന്നേറ്റ് നടന്ന് കാര്യങ്ങളെല്ലാം എല്ലാത്തിലും ഇടപെട്ട് എല്ലാത്തിനും മുമ്പത്തതുപോലെ പ്രവർത്തിക്കാനുള്ള തൗഫീഖും ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. ഞങ്ങളെ കുടുംബത്തോടൊപ്പം ഇവിടെ വരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇന്ന് ഞങ്ങൾ ഇവിടെ ആടിനെ അറുത്തു അല്ലാ.
അതിനു വേണ്ടി സഹായിച്ചവർ, അതിൽ ക്യാഷ് തന്നവർ, പണം തന്നവർ, എല്ലാവരുടെ എല്ലാ ഖൈറായ മുറാദുകളും അല്ലാഹുവേ നീ ഹാസിലാക്കണേ അല്ലാ, ഹാസിലാക്കണേ അല്ലാ, ഹാസിലാക്കണേ അല്ലാ. നിങ്ങളെ ഖുതുബിയ്യത്തിന്റെ എല്ലാ മാസവും നടക്കുന്ന മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ, വലിയ ഫലമുള്ള മജ്ലിസാക്കണേ അല്ലാ, വലിയ റാഹത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങളെ മദനീയം മജ്ലിസും അതിനെ സഹായിച്ചവർ, അഹ്ലു ബൈത്തിന് വേണ്ടി വീട് കെട്ടിക്കൊടുക്കാൻ സഹായിച്ചവർ, ഞങ്ങളെ പദ്ധതികളെ സഹായിച്ചവർ, കാര്യങ്ങളെ ഏറ്റെടുത്തവർ, ഞങ്ങളെ മദനീയം കുടുംബം, എല്ലാവർക്കും നീ കാവലും റാഹത്തും സന്തോഷവും തുണയുമാകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മദീന യാത്രയിൽ ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കിയവർ, അല്ലാഹുവേ പ്രിയപ്പെട്ട സിറാജിനും ഭാര്യക്കും കുടുംബത്തിനും നീ ബറക്കാത്തുകൾ ചൊരിയണേ അല്ലാ. നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു ഞങ്ങളെ സൽക്കരിച്ചു മക്കയിലും മദീനയിലും. അല്ലാഹുവേ സ്വർഗീയമായ ഭക്ഷണം കൊടുക്കണേ അല്ലാ. നല്ല റാഹത്തുള്ള മക്കളെ, ഒരൈബുമില്ലാത്ത മോനെ നീ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ബന്ധം മദീനയിൽ നിന്നുള്ള ബന്ധമാണ്, സ്വർഗത്തിൽ വെച്ച് കാണിച്ചു തരണേ റഹ്മാനെ. സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ, സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കി തരണേ അല്ലാ. അടുത്ത റബീഉൽ അവ്വലിലും അടുത്ത ഖാജാ മഹാനായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അവിടത്തെ 11-ാം രാവിലും അല്ലാഹുവേ ഞങ്ങളെ മദീനയിലെത്തിക്കണേ അല്ലാ. ഒരുപാട് തവണ മദീനയിലെത്തിക്കണേ അല്ലാ. ഈ വരവ് ജീവിതത്തിൽ അവസാനത്തെ വരവാക്കല്ലേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റയീസിന്റെ